എപ്സം സാൾട്ടിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ചിലർ അത് മാത്രം ഇട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് റിസൾട്ട് വരും, ചിലത് റിസൾട്ട് വരുന്നില്ല. അപ്പോൾ ഞാനിത് ഉപയോഗിച്ചിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാണ്. എപ്സം സാൾട്ട് ഇട്ട് കൊടുത്താൽ ചെടികൾക്ക് റിസൾട്ട് വരുമോ എന്ന് ചോദിച്ചാൽ വരും. ഏത് രീതിയിലാണ് റിസൾട്ട് വരിക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇലച്ചെടികളിലാണെങ്കിൽ ഇലയുടെ കളർ കൂട്ടാൻ നന്നായിട്ട് സഹായിക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫായിരിക്കും ഉണ്ടാവുക. അതുപോലെ ഇലയുടെ ചുരുളിച്ച മഞ്ഞ കളർ ഇലാവുക, അതിൽ നിന്നൊക്കെ ഒരു പരിഹാരമാണ് എപ്സം സാൾട്ട്. പിന്നെ പൂക്കളാണെങ്കിൽ പൂക്കൾക്ക് നല്ല കളർ വരും. അതുപോലെ നമ്മൾ പച്ചക്കറികൾക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പച്ചക്കറികളുടെ കായ്ക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കായ്കളായിരിക്കും. ചുരുക്കം പറഞ്ഞാൽ മുരടിച്ച് നിൽക്കുന്ന ചെടികളുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ല റിസൾട്ട് വരും. ഞാനിവിടെ ചെടികൾക്ക് എപ്സം സാൾട്ട് മാത്രമല്ല ഉപയോഗിക്കൽ. DAP, NPK 19-19-19, എപ്സം സാൾട്ട് ഇതൊക്കെ മാറി 15 ഡേയ്സ് ഇടവിട്ടിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കൽ. കാരണം നമ്മൾ ഒരു ഫെർട്ടിലൈസർ മാത്രം ഉപയോഗിച്ചിട്ട് കാര്യമല്ല, ഓരോ ഫെർട്ടിലൈസറിലും ഓരോ തരത്തിലുള്ള റിസൾട്ടാണ് വരിക. ഇതാണ് എപ്സം സാൾട്ട്. ഇത് 1 സ്പൂണ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടാണ് ചെടികൾക്ക് ഇട്ട് കൊടുക്കുക. സ്പ്രേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1/2 സ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എനിക്ക് മനസ്സിലായിട്ടുള്ളത്, നമ്മൾ എല്ലാ തരത്തിലുള്ള വളങ്ങളും മാറി ചെടികളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും ഇട്ട് കൊടുക്കണം. ഒരുപാട് കായ്കൾ ഉണ്ട് എന്നുള്ളതിൽ മാത്രം കാര്യമില്ല, ഉള്ള കായ്കൾ ഹെൽത്തി ആണോ ടേസ്റ്റി ആണോ എന്നുള്ളതും കൂടി പ്രധാനമാണ്. ഞാൻ എപ്സം സാൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പൂക്കളൊക്കെ കുറവാണെന്നുള്ളതിൽ അർത്ഥമല്ല. ഞാൻ ഈ പറഞ്ഞു തന്ന 3 ഫെർട്ടിലൈസർ നിങ്ങൾ മാറി ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് വരും. ഇപ്പം നമ്മുടെ കാര്യം എടുത്താൽ തന്നെ വെജിറ്റബിൾസിൽ നിന്ന് നമുക്ക് വൈറ്റമിൻസും നോൺ വെജിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻസും കിട്ടുന്നുണ്ട്. രണ്ടും നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് ചെടികളും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഫോളോ ഫോർ മോർ വീഡിയോസ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.